ഹായ് എവരിവൺ, പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നുള്ളത് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് എന്ന് പറയുന്ന ഒരു കുഞ്ഞു ടോപ്പിക്കാണ്. സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മളൊരു നമ്പർ എടുക്കുകയാണ്. ഉദാഹരണത്തിന് 3.5. ഇതിൽ എത്ര ഡിജിറ്റ്സ് ഉണ്ട്? 2 ഡിജിറ്റ്സ് ഉണ്ട്. ഇതാണ് ഇതിൻ്റെ സിഗ്നിഫിക്കൻറ്റ് നമ്പർ എന്ന് പറയുന്നത്. ഇതിൽ എത്ര വാല്യൂസ് ഉണ്ട് അതിനെയാണ് നമ്മൾ സിഗ്നിഫിക്കൻറ്റ് ഫിഗർ എന്ന് പറയാം. നമ്മൾ എക്സാമ്പിൾ വെച്ചിട്ട് തന്നെ പഠിക്കാം. ഇപ്പോൾ 4, ഇതിലെ സിഗ്നിഫിക്കൻറ്റ് ഫിഗർ എത്രയാണ്? 1. ഒരു ഡിജിറ്റേ ഉള്ളൂ. ഇവിടെ 45, ഇവിടെ എത്രയാണ്? 2. അപ്പോൾ എത്ര ഡിജിറ്റ്സ് ആണോ നമ്മുടെ ഇതിനകത്തുള്ളത് അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? സിഗ്നിഫിക്കൻറ്റ് ഫിഗർ എന്ന് പറയാം. നമുക്കങ്ങനെ സിംപ്ലി വെറുതെ പറയാൻ പറ്റില്ല. അതായത് കുറച്ച് റൂൾസ് കൂടി ഉണ്ട് ഇതിനകത്ത് ശ്രദ്ധിക്കാനുള്ളത്. അതായത് നമുക്കിപ്പോൾ ഒരു സംഖ്യയാണ് 1 2 3 8 7 6 4 എന്ന് പറയുന്ന ഒരു സംഖ്യ. ഇതിൽ എത്ര ഡിജിറ്റ്സ് ഉണ്ട്? 1 2 3 4 5 6 7. അപ്പോൾ ഇതിൻ്റെ സിഗ്നിഫിക്കൻറ്റ് ഫിഗർ എന്ന് പറയുന്നത് 7 ആണ്. ഓൾ ദ ഫസ്റ്റ് റൂൾ ഇതാണ് പറയുന്നത്. എന്താണ്? ഓൾ ദ നോൺ സീറോ ഡിജിറ്റ്സ് ആർ സിഗ്നിഫിക്കൻറ്റ്. ഓൾ ദ നോൺ സീറോ ഡിജിറ്റ്സ് ആർ സിഗ്നിഫിക്കൻറ്റ് എന്നാണ് നമ്മൾ പറയുന്നുള്ളത്. ഇപ്പം ഞാനൊരു നമ്പർ അടുത്തതായിട്ട് ഒരു നമ്പർ എഴുതാം. അടുത്ത നമ്പർ എന്ന് പറഞ്ഞാൽ ഇതാ നോക്കിക്കോ. ഇപ്പം നമ്മൾ എഴുതിയ പോലെ തന്നെ 1000 എന്ന് നമ്മൾ എഴുതുകയാണ്. ഇങ്ങനെ എഴുതിയാൽ ഈ സീറോനെ ഒന്നും നമ്മൾ എന്താക്കി കൂട്ടില്ല, സിഗ്നിഫിക്കൻറ്റ് ഫിഗറിൽ കൂട്ടില്ല. ഇവിടെ സിഗ്നിഫിക്കൻറ്റ് ഫിഗർ എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പോൾ ഫസ്റ്റ് റൂൾ എന്തായിരുന്നു? ഓൾ ദ നോൺ സീറോ ഡിജിറ്റ്സ് ആർ സിഗ്നിഫിക്കൻറ്റ്. നമ്മളിപ്പോൾ വേറൊരു നമ്പർ എടുക്കുകയാണ്. ഉദാഹരണത്തിന് 756. ഇവിടെ സിഗ്നിഫിക്കൻറ്റ് ഫിഗർ എത്രയാണ്? 3. 832. ഇവിടെ സിഗ്നിഫിക്കൻറ്റ് ഫിഗർ എത്രയാണ്? 3. 1 2 4 6. ഇവിടെ സിഗ്നിഫിക്കൻറ്റ് ഫിഗർ എത്രയാണ്? 4. അപ്പോൾ ഓൾ ദ നോൺ സീറോ ഡിജിറ്റ്സ് ആർ സിഗ്നിഫിക്കൻറ്റ്. നിങ്ങളിങ്ങനെ ഒരു സംഖ്യ കിട്ടുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഇതിനകത്തുള്ള എല്ലാ സംഖ്യയും, ഇവിടെ സീറോസ് ഒന്നുമില്ല, അതുകൊണ്ട് നിങ്ങൾക്കൊന്നും ടെൻഷൻ അടിക്കാനില്ല. ജസ്റ്റ് കൗണ്ട് ചെയ്യുക. എത്ര ഡിജിറ്റ്സ് ഉണ്ട്? 3. അപ്പോൾ ഡയറക്റ്റ് ആൻസറിലോട്ട് പോവാം. ഇവിടെ 3, ഡയറക്റ്റ് ആൻസറിലോട്ട് പോവാം. ഇവിടെ നോൺ സീറോ ഡിജിറ്റ് ഇല്ലെങ്കിൽ, ഇതിനിടയിൽ ഒരു സീറോ വരുമ്പോൾ മാത്രം നിങ്ങൾ ഡൗട്ട് വരും. ഒരു സീറോയും എവിടെയും കാണുന്നില്ലെങ്കിൽ എന്ത് വിചാരിക്കുക? ഡയറക്റ്റ് ആ കൗണ്ട് ചെയ്തിട്ട് അതിൻ്റെ ആൻസർ എഴുതുക. ഓക്കെ, ഇതാണ് എന്ത്? സിഗ്നിഫിക്കൻറ്റ് ഫിഗർ. ഏതിൻ്റെ കേസിൽ? സീറോ ഡിജിറ്റ് ഇല്ലാത്തതിൻ്റെ കേസിൽ. ഇനി നമ്മൾ സീറോ ഡിജിറ്റുള്ള ഒരു നമ്പർ എടുക്കാം. ഉദാഹരണത്തിന് 7032. ഇവിടെ നമ്മുടെ സീറോ എന്ന് പറയുന്നത് ഏതിനിടക്കാണ്? ഇങ്ങനെ 2 നമ്പേഴ്സിൻ്റെ ഇടക്കാണ് സീറോ വരുന്നത്. ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ഈ സീറോനെ കൗണ്ട് ചെയ്യണം. അപ്പോൾ ഇവിടെ എത്രയായി? 4 ആയി. 5804. അപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം? ഈ സീറോനെ കൗണ്ട് ചെയ്യണം. സോ ഓൾ ദ സീറോസ് ബിറ്റ്വീൻ 2 നോൺ സീറോ ഡിജിറ്റ്സ്. ഇവിടെ നമ്മുടെ 8ൻ്റെയും 4ൻ്റെയും ഇടയിലാണ് ഏത് വന്നിട്ടുള്ളത്? സീറോ വന്നിട്ടുള്ളത്. സോ ഇറ്റ് ഈസ് ബിറ്റ്വീൻ നോൺ സീറോ ഡിജിറ്റ്സ്. അങ്ങനെ സീറോ എന്ന് പറയുന്നത് നോൺ സീറോ ഡിജിറ്റ്സിൻ്റെ ഇടയിൽ വരുന്നതാണെങ്കിൽ നമ്മളതിനെ സിഗ്നിഫിക്കൻറ്റ് ഫിഗറായിട്ട് കാൽക്കുലേറ്റ് ചെയ്യണം. സിഗ്നിഫിക്കൻറ്റ് ഫിഗർ എന്ന് വെച്ചാൽ എന്താണ്? നിങ്ങൾ മാർക്കിന് വേണ്ടി മാത്രമാണ് പഠിക്കുന്നത് കേട്ടോ. സിഗ്നിഫിക്കൻറ്റ് ഫിഗർ എന്ന് പറയുമ്പോൾ നമ്മൾ ജസ്റ്റ് എത്ര ഡിജിറ്റ്സ് ഉണ്ട് അത് മാത്രം കൗണ്ട് ചെയ്യാം. ഇനി സീറോസ് ഉണ്ടെങ്കിൽ ആദ്യം നമ്മൾ പറഞ്ഞത് ഓൾ ദ നോൺ സീറോ ഡിജിറ്റ്സ് ആർ സിഗ്നിഫിക്കൻറ്റ്. ഒരു സംഖ്യയിൽ സീറോസ് ഒന്നുമില്ല. ഇവിടെ എത്ര ഇതിൻ്റെ സിഗ്നിഫിക്കൻറ്റ് ഫിഗർ എത്രയാണ്? 3. അങ്ങനെ സീറോസ് ഒന്നുമില്ലെങ്കിൽ ആ സിഗ്നിഫിക്കൻറ്റ് ഫിഗർ നമുക്ക് ഡയറക്റ്റ് ആ ഡിജിറ്റ്സ് കൗണ്ട് ചെയ്താൽ മതി. ഇനി സീറോസ് ഉണ്ട്. ആ സീറോസിൻ്റെ ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത് എന്താണ്? നോൺ സീറോ ഡിജിറ്റ്സിൻ്റെ ഇടയിലാണ് സീറോ വരുന്നതെങ്കിൽ നമുക്കത് ഡയറക്റ്റ് കൗണ്ട് ചെയ്യാൻ പറ്റും. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ കൗണ്ട് ചെയ്യാം. എന്താ വേറൊരു എക്സാമ്പിൾ? 105 6 7. ഇവിടെ എത്രയുണ്ട്? 5. കാരണം 2 നോൺ സീറോ ഡിജിറ്റ്സിൻ്റെ ഇടയിലാണ് ഈ സീറോ വന്നിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് പോയിൻ്റ് എന്ന് പറയുന്നുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് നമ്പർ എഴുതി തരാം. 0.002101. ഇങ്ങനെയാണ് ഒരു നമ്പർ വന്നിട്ടുള്ളത്. ഇതിൻ്റെ സിഗ്നിഫിക്കൻറ്റ് ഫിഗർ നിങ്ങൾ കണ്ടുപിടിക്കണം. അപ്പോൾ എന്ത് ചെയ്യാം? ഇതിൻ്റെ ബിഗിനിങ് സീറോസ് ഒന്നും നമ്മൾ കൗണ്ട് ചെയ്യില്ല. എന്താണ്? ഫസ്റ്റ് വരുന്ന ബിഗിനിങ് സീറോസ് ഒന്നും നമ്മൾ കൗണ്ട് ചെയ്യില്ല. നമ്മൾ കൗണ്ട് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യേണ്ടത് എവിടെയാണ്? ഫസ്റ്റ് നോൺ സീറോ ഡിജിറ്റ് കണ്ടുപിടിക്കുക. ഇവിടെ 0 ആണ്. ഇത് കൗണ്ട് ചെയ്യില്ല. ഫസ്റ്റ് നോൺ സീറോ ഡിജിറ്റ് ഇതാണ്. ഇവിടെ 2 ആണ്. പിന്നെ ഒരു സീറോ വരുന്നുണ്ട്, പക്ഷേ അത് ഇടയിലാണ്? 2 നോൺ സീറോ ഡിജിറ്റ്സിന് ഇടയിലാണ്. അപ്പോൾ ഇവിടെ സിഗ്നിഫിക്കൻറ്റ് ഫിഗർ എത്രയാണ്? 4 ആണ്. ഓക്കെ അല്ലേ? 4 ആണ്. മനസ്സിലായില്ലേ? ഇനി നമ്മൾ ഡയറക്റ്റ് എന്താണ്? 2101 എന്നാണെങ്കിൽ ഇവിടെയും 4 ആണ്. ഇവിടെ ഡെസിമൽ പോയിൻ്റ് കഴിഞ്ഞിട്ട് 2 സീറോസ് വരുന്നുണ്ട്. അങ്ങനെ വന്നാലും ഫസ്റ്റ് വരുന്ന ഈ സീറോ ഡിജിറ്റ്സിനെയൊന്നും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തില്ല. ഫസ്റ്റ് വരുന്ന നോൺ സീറോ ഡിജിറ്റിനെ നമ്മൾ കണ്ടുപിടിക്കും. എന്നിട്ട് അവിടുന്ന് നമ്മൾ കൗണ്ട് ചെയ്യാൻ തുടങ്ങണം.
അങ്ങനെയാണ് ഏത് ചെയ്യേണ്ടത്, സിഗ്നിഫിക്കൻറ്റ് ഫിഗർ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഇനി ഒരു കാര്യം കൂടി പറഞ്ഞുതരാം. എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? ഓൾ ദ നോൺ സീറോ ഡിജിറ്റ്സ് ഇങ്ങനെ വന്നാൽ ഡയറക്റ്റ് കൗണ്ട് ചെയ്യുക. ഇനിയിപ്പോൾ നമ്മുടെ 0 2ൻ്റെ ഇടയിൽ വന്നാൽ അതും കൗണ്ട് ചെയ്യുക. പക്ഷേ ഇങ്ങനെ വന്നാൽ 0043 അങ്ങനെയൊക്കെ വന്നാൽ എന്ത് ചെയ്യണം? ഈ 0-നൊന്നും നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റില്ല. ഫസ്റ്റ് നോൺ സീറോ ഡിജിറ്റ് നമ്മൾ കണ്ടുപിടിക്കുക, എന്നിട്ട് കൗണ്ട് ചെയ്യുക. ഇത്രയും ക്ലിയർ ആയിട്ടുണ്ടാവുമല്ലോ. നെക്സ്റ്റ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ 450 എന്ന് പറയുമ്പോൾ ഈ ലാസ്റ്റ് 0-നെ നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റില്ല. 45 ആയിരിക്കും. 45 മാത്രമേ നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റൂ. സിഗ്നിഫിക്കൻറ്റ് ഫിഗർ എത്രയായിരിക്കും? 2 ആയിരിക്കും. 750 ഇവിടെയും 2 ആണ്. കാരണം ഈ ടെർമിനൽ 0-നെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇനി 7505 കൂടി ഉണ്ടെങ്കിലോ അപ്പോൾ നമുക്ക് ഇവിടെ 4 വരും. കാരണം എന്ന് വെച്ചാൽ ഇവിടുത്തെ 0 എവിടെയുള്ളത്? 2 നോൺ സീറോ ഡിജിറ്റ്സിൻ്റെ ഇടയിലാണുള്ളത്. അപ്പോൾ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. മനസ്സിലാവുന്നുണ്ടല്ലോ? ഇങ്ങനെയാണ് ടെർമിനൽ ഒറ്റക്കായിട്ട് ഒരു 0 വരികയാണെങ്കിൽ നമുക്കതിനെ കൗണ്ട് ചെയ്യാൻ പറ്റില്ല. ഇത് ഇൻസ്റ്റെഡ് ഓഫ് ഈ 450ക്ക് പകരം ഇങ്ങനെയാണെന്ന് വിചാരിച്ചോ, 045 എന്ന് വിചാരിച്ചോ, ഇവിടെയും നമുക്ക് ഈ 0-നെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇവിടെയും സിഗ്നിഫിക്കൻറ്റ് ഫിഗർ 2 ആണ്. അപ്പോൾ മനസ്സിലായല്ലോ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? ലാസ്റ്റ് സീറോസ് വരുമ്പോൾ അത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പാടില്ല. ഇനി ഇതേ സാധനം ഇപ്പം ഞാൻ പറഞ്ഞ ഇപ്പം ഞാൻ എന്താ പറഞ്ഞത്? 450 എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ 2 ഉള്ളൂ. കാരണം ഈ 0-നെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇനി 0.450 ആണ് നമുക്ക് തന്നിട്ടുള്ളതെങ്കിൽ ഈ 0-നെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ എത്രയാവും? 3 ആവും. മനസ്സിലായോ? വ്യത്യാസം എന്താ മനസ്സിലായോ? ഡെസിമൽ പോയിൻ്റ് ഉണ്ടെങ്കിൽ നമ്മൾ ടെർമിനൽ 0-നെ കാൽക്കുലേറ്റ് ചെയ്യണം. ഇനിയിപ്പോൾ 0.00450 ആണ് എന്ന് വിചാരിക്കുക. അപ്പോൾ ഇവിടെ എങ്ങനെയാണ്? ഞാൻ പറഞ്ഞു ഫസ്റ്റത്തെ ബിഗിനിങ് സീറോസിനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യില്ല. ഡെസിമൽ കേസിലായാലും മറ്റേ കേസിലായാലും നമ്മൾ ബിഗിനിങ് സീറോസിനെ കാൽക്കുലേറ്റ് ചെയ്യില്ല. പക്ഷേ ടെർമിനൽ 0-നെ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ എത്രയാണ്? 3 ആണ്. മനസ്സിലായല്ലോ? ഡെസിമലിൻ്റെ കേസിൽ എന്താണ്? ബിഗിനിങ് സീറോസിനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യില്ല, പക്ഷേ ടെർമിനൽ സീറോസിനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. ഇനി നോർമൽ നമ്പേഴ്സിൻ്റെ കേസിൽ ബിഗിനിങ്ങിനെയും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യില്ല, അതുപോലെ തന്നെ എൻഡിങ്ങിനെയും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യില്ല. ഇനി സീറോസ് 2 നമ്പറിൻ്റെ ഇടയിൽ വരുമ്പോൾ നമ്മളിത് കാൽക്കുലേറ്റ് ചെയ്യും. ഇങ്ങനെയാണ് നമ്മൾ സിഗ്നിഫിക്കൻറ്റ് ഫിഗർ കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ, ഇനി ഒരു പോയിൻ്റ് കൂടി പറഞ്ഞുതരാം. ഇപ്പോൾ നമുക്ക് ഇങ്ങനെ തന്നു 2 × 10⁻³ ഇങ്ങനെ തന്നു. എന്നിട്ട് നമ്മളോട് സിഗ്നിഫിക്കൻറ്റ് ഫിഗർ കാൽക്കുലേറ്റ് ചെയ്യാൻ പറയാണ്. അപ്പോൾ ഈ പാർട്ട് അങ്ങനെ തന്നെ നമ്മൾ അവോയ്ഡ് ചെയ്യുക, ഇത് ഡിലീറ്റ് ചെയ്യുക. ഈ 2-നെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ എത്രയാണ്? എത്ര ഡിജിറ്റ് ഉണ്ട്? 1. ഇനി 35 × 10⁻² ആണെന്ന് വിചാരിക്കുക. ഈ 10⁻³ വരുന്ന എല്ലാ സാധനത്തിനും നമ്മൾ സിഗ്നിഫിക്കൻ്റ് ആയിട്ട് കണക്ക് കൂട്ടാറേ ഇല്ല. അപ്പോൾ 35-ൽ എത്ര ഡിജിറ്റ്സ് ഉണ്ട്? 2. അപ്പോൾ അതാണ് നമ്മുടെ സിഗ്നിഫിക്കൻറ്റ് ഫിഗർ. മനസ്സിലായല്ലോ എങ്ങനെയാണ് സിഗ്നിഫിക്കൻറ്റ് ഫിഗർ കണ്ടുപിടിക്കുകയെന്ന്? ബിഗിനിങ് സീറോസിനെ നമ്മൾ ഏത് കാറ്റഗറിയിലും കൺസിഡർ ചെയ്യില്ല. ആദ്യത്തെ നോൺ സീറോ ഡിജിറ്റ് ഏതാണെന്ന് നമ്മൾ കണ്ടുപിടിക്കുക, എന്നിട്ട് അങ്ങോട്ട് കൗണ്ട് ചെയ്യുക. ഇനി എൻഡിങ് സീറോസ് അല്ലെങ്കിൽ ട്രെയിലിംഗ് സീറോസ് എന്ന് പറയും. എൻഡിങ് സീറോസ് ഡെസിമൽസിൻ്റെ കേസിലാണെങ്കിൽ നമ്മൾ കൗണ്ട് ചെയ്യും, അല്ലാത്ത കേസിലാണെങ്കിൽ നമ്മൾ കൗണ്ട് ചെയ്യില്ല. ഓക്കെ അല്ലേ? നിങ്ങൾ കുറച്ച് ടെക്സ്റ്റ് ബുക്കിനകത്ത് നോക്കിയിട്ട് എക്സാമ്പിൾ ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ അത് ചെയ്ത് നോക്കുക. സിഗ്നിഫിക്കൻറ്റ് ഫിഗർ മനസ്സിലായല്ലോ?